രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തിയതോടുകൂടി കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ തീർന്നോ? ഇല്ല. വീണ്ടും ചില കാര്യങ്ങൾ ഉരുണ്ടുകൂടി വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭാ പ്രവേശം തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ എത്തിച്ചതിന് പിന്നിൽ ആരെല്ലാമാണുള്ളത്? സഭ ചേരുമ്പോൾ മാങ്കൂട്ടം എത്തില്ല, അതോടുകൂടി ഭരണപക്ഷത്തിന്റെ വായടയ്ക്കാം എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷെ മാങ്കൂട്ടം വന്നപ്പോൾ പ്രതിപക്ഷത്തിനകത്ത് തന്നെ ഭിന്ന സ്വരങ്ങൾ തന്നെ ഉയർന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ, ഇതിലൂടെ കോൺഗ്രസിലെ യുവത്വം പുതിയ ഒരു ഉണർവിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് മറുഭാഗത്തും വാദഗതി ഉയരുന്നു. മാങ്കൂട്ടത്തിലെ സഭാപ്രവേശത്തിന് പിന്നാലെ ഇനിയും പാലക്കാട് പ്രവേശവും വൈകാതെ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. മാങ്കൂട്ടത്തിലെ ഈ സഭയിൽ എത്തിച്ചതിന് പിന്നിൽ വിഭാഗത്തിലെ ഒരുപറ്റം നേതാക്കന്മാർ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതിലിപ്പോൾ ആർക്കും സംശയം കൂടാതെ പറയാവുന്ന ഒന്നാമത്തെ പേരാണ്, ഏവർക്കും അറിയാവുന്ന കാര്യവും തന്നെയാണ്, ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പില് മാങ്കൂട്ടത്തിലിന്റെ ഒരു സഹപ്രവർത്തകൻ മാത്രമല്ല, അത് സമപ്രായക്കാരാണ്, അതുപോലെ തന്നെ സഹപ്രവർത്തകനാണ്, അതുപോലെ തന്നെ സന്തത സഹചാരിയാണ്, അതുപോലെ തന്നെ ചില ബിസിനസ്സുകളുണ്ട്, ആ ബിസിനസ് പാർട്ട്ണർമാരാണ്. ഇങ്ങനെ അതൊക്കെ കൊണ്ട് തന്നെയാണല്ലോ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തന്നെ വന്ന് മത്സരിച്ചതും, പത്തനംതിട്ട ജില്ലക്കാരനായിട്ടുള്ള മാങ്കൂട്ടം. അപ്പൊ ഷാഫി പറമ്പിലിന്റെ പിന്തുണ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് തന്നെ ഒന്നാമത്തെ പേര്. രണ്ടാമത്തതിലേക്ക് നമ്മൾ പോയാൽ കൊല്ലം ജില്ലയിലെ കുണ്ടറ MLA ആയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ സൂക്ഷിപ്പുകാരൻ കൂടിയായിട്ടുള്ള PC വിഷ്ണുനാഥാണ്. PC വിഷ്ണുനാഥൊക്കെ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഊർജമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു, വിജയിച്ചു, പിന്നീട് പരാജയപ്പെട്ടു. അതിനുശേഷമാണ് 2021 വന്ന് കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുന്നത്. ഒന്നുകൂടെ തിളക്കമാർന്നിരിക്കുകയാണ് PC വിഷ്ണുനാഥ്. അങ്ങനെയുള്ള അവരൊക്കെ തന്നെ ഇത് ഒരു കോൺഗ്രസിലെ കുറച്ച് പടക്കുതിരകളുടെ ഒരു വരവാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഷാഫി പറമ്പിലിനൊപ്പം PC വിഷ്ണുനാഥും, പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട പേരെന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ളത് ചില മുതിർന്ന നേതാക്കന്മാരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലാദ്യം നമുക്ക് പറയേണ്ടത് അടൂർ പ്രകാശ് MP. അടൂർ പ്രകാശും രാഹുൽ മാങ്കൂട്ടത്തിലും പത്തനംതിട്ട ജില്ലക്കാരനാണ്. ഈ അടൂർ പ്രകാശ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ആദ്യ സമയം മുതൽ തന്നെ അനുകൂല നിലപാടെടുത്ത ആളാണ്. മാങ്കൂട്ടത്തിൽ അനുകൂല നിലപാട്. അടൂർ പ്രകാശ് തന്നെ ചോദിക്കുന്നുണ്ട്, ഈ ഇത്തരത്തിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ അതൊക്കെ AI നിർമ്മിതമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു കാലത്തിലേക്കാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാറ്റുകളൊക്കെ അത്തരത്തിലുള്ളതായിരിക്കാം. പിന്നെ UDF കൺവീനർ കൂടിയാണ് അദ്ദേഹം. ഇതിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട്. ആറ്റിങ്ങൽ MP, പിന്നെ അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലക്കാരൻ, UDF കൺവീനർ. ഇനി അതും കൂടാതെ ഒരു സമുദായത്തിന്റെ പിന്തുണ കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അടൂർ പ്രകാശ് നൽകിയിരിക്കുന്നത്. ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം ഈഴവ സമുദായത്തിന്റെ കൂടി പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ MP, UDF കൺവീനർ, ഇതിനപ്പുറം ഒരു സമുദായ പിന്തുണ കൂടിയാണ് അടൂർ പ്രകാശിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നത്. നാലാമത് നമ്മൾ പറയുമ്പോൾ ഗ്രൂപ്പ് നേതൃനിരയിലുള്ള പ്രധാനിയായിട്ടുള്ള UDF കൺവീനറൊക്കെ ആയിരുന്ന MM ഹസനാണ്. മാങ്കൂട്ടത്തിന് എതിരെയുള്ള തീരുമാനം വളരെ തിടുക്കത്തിലെടുത്തു എന്നാണ് MM ഹസൻ പറയുന്നത്. അത് തന്നെ പാർട്ടിക്ക് ദോഷമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ മുതിർന്ന നേതാക്കന്മാരാണ്. അടൂർ പ്രകാശ് ആയാലും
MM ഹസനും. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് മറ്റൊരു മുതിർന്ന നേതാവാണ്, ഉമ്മൻചാണ്ടിയുടെ അടുത്ത അനുയായി, വിശ്വസ്തൻ. അദ്ദേഹം KC ജോസഫ്, ഇരിക്കൂർ MLA ആയിരുന്ന KC ജോസഫ്. വീണ്ടും പാലക്കാട് സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് വിട്ടുകൊടുക്കണം എന്നാണ് പറയുന്നത്. 2026 ഇത്ര തിളക്കമാർന്ന ഒരു വിജയമുണ്ടാക്കി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതേ തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വന്നിരുന്നിട്ടുണ്ടല്ലോ എന്നുള്ള തരത്തിൽ KC ജോസഫ് മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ സഭയിൽ എത്തിച്ചതിന് പിന്നിൽ പ്രവർത്തിക്കുകയും ഇനിയും പാലക്കാട് മത്സരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. 2026 ആറാമത് വരുന്നത് മറ്റൊരു MP കൂടിയാണ്. അടൂർ പ്രകാശ് MP മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുത്തു. അതുപോലെ തന്നെ പാലക്കാട് MP VK ശ്രീകണ്ഠനാണ്. VK ശ്രീകണ്ഠൻ തുടക്കത്തിൽ തന്നെ ഇവിടെ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്ന റിനിയുടെ വസ്ത്രധാരണം സംബന്ധിച്ചും CPM ബന്ധത്തെക്കുറിച്ചും ചോദ്യം ചെയ്യുന്നുണ്ട്. VK ശ്രീകണ്ഠൻ MP പറയുന്നത് പാലക്കാട് മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകും എന്നാണ് പറയുന്നത്. വീണ്ടും മത്സരിക്കണം മാങ്കൂട്ടം, അവിടെയാണ് അതിൻ്റെതായ തൻ്റെ ഇടം കാണിക്കുന്നത്. അത് ജനം തീർച്ചപ്പെടുത്തട്ടെ, വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഇത്തരത്തിലുള്ള ഒരു MLA സഭയിലേക്ക് ഇനി വേണോ എന്നുള്ളത് പാലക്കാട്ടെ സമ്മതിദായകർക്ക് വിട്ടുകൊടുക്കുക എന്നാണ് VK ശ്രീകണ്ഠൻ MP ചോദിക്കുന്നത്. അപ്പോൾ ഈ 6 പേരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിൽ എത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം യത്നിച്ചവർ. അതിൽ ഏറ്റവും പ്രധാനിയാണ് ഷാഫി പറമ്പിൽ, ഒപ്പം PC വിഷ്ണുനാഥ്, അടൂർ പ്രകാശും MM ഹസനും KC ജോസഫും VK ശ്രീകണ്ഠൻ MPയുമാണ് രംഗത്ത് വന്നിട്ടുള്ളത്. 2 MPമാർ ഉൾപ്പെടെയാണ്, മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയാണ്. അപ്പോൾ ഇത് കോൺഗ്രസിനകത്തൊരു വലിയ പടയൊരുക്കത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു തലമുറ മാറ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. VD സതീശൻ ഈ യുവനിരയെ മുഴുവൻ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് ആ തേരിലേറി യാത്ര ചെയ്യുമ്പോഴാണ് VD സതീശന് എതിരായിട്ട് ചില കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നതെന്നുള്ളതാണ്. അത് VD സതീശന് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ 2026 ഈ യുവനിരയെ, ഈ യുവ പടക്കുതിരകളെ ഇറക്കിക്കൊണ്ട് തനിക്ക് അധികാരത്തിലേക്ക് വരാമെന്നുള്ള കണക്കുകൂട്ടലാണ് VD സതീശന് തെറ്റിപ്പോയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിൽ എത്തിച്ചതിനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അങ്ങോട്ടുള്ള പാലക്കാട് എത്താനും പാലക്കാട് വീണ്ടും മത്സരിക്കാനുള്ള പിന്തുണയും ഒക്കെ തന്നെ കൊടുക്കുന്നത് ഈ MLAമാരും MPമാരും ഒക്കെ തന്നെയായിരിക്കും.